ഹലോ മക്കളെ, അഖില മിസ് ആണ്. അപ്പോൾ മക്കളെല്ലാവരും ഇതാ ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരുപാട് എക്സാമുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മളിതാ ഇങ്ങനെ എക്സാംസ് ഒക്കെ എഴുതി കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്നത്? നമുക്ക് എല്ലാവർക്കും ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടും നമ്മുടെ ലൈഫ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ രീതിയിൽ ഇപ്പോഴേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പണ്ടൊക്കെ ആണെങ്കിൽ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ എന്തായി തീരണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ? മിക്കവാറും നമ്മൾ പറയാറുള്ളത് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ നമ്മൾ എല്ലാവരും പങ്കുവെക്കാറുണ്ട്. എന്നാൽ കുറച്ച് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും? പയ്യെ 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 പിന്നോട്ട് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ മറന്നു കളയുന്നത്? ഒന്നുമില്ല, നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ ജീവിച്ചു പോയാൽ മതി. അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മളിങ്ങനെ മാറി വരുന്ന ഒരു പ്രായത്തിലാണ് ഇപ്പം എൻ്റെ മക്കൾ എല്ലാവരും ഉള്ളത്. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെ ചുമ്മാ കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലുള്ള മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഈ റിസൾട്ട് വരുന്ന സമയത്ത് ആദ്യത്തെ റാങ്കുകളിലൊന്നും നമ്മുടെ മക്കൾ അങ്ങനെ കണ്ടുവരാറില്ല അല്ലെ? അതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നും അല്ല, നമ്മൾ എന്ത് ചെയ്യാറില്ല, തുടക്കം മുതൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ എപ്പോഴാണ് ആ എക്സാംസിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്? ഒന്നുകിൽ 10th കഴിയുമ്പോൾ, അതും അല്ലെങ്കിൽ +2 കഴിയുന്ന സമയത്ത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെയുള്ള മക്കളൊക്കെ അവർ പഠിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്കൂൾ സിലബസ് ഒക്കെ അവർ കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചറിൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൂടാ? സോ നമുക്കതിന് വേണ്ടി വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റവും ആണ് അല്ലേ? അപ്പൊ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലം ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ പഠിക്കുന്ന കാര്യത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ചിലൂടെ. അപ്പോൾ നമ്മുടെ ഫാൽക്കൺ ബാച്ചിന്റെ കാര്യം മക്കൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് അവിടെ ഇതാ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള എക്സാം പാറ്റേൺ ആണ്. നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MCQs ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അതായത് നിങ്ങൾ എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ ആ പാറ്റേണിലാണ് നമ്മുടെ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ പഠിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അത് മാത്രമല്ല 9th നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടോ അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ലെവലായിരിക്കും അല്ലേ ഇവിടെ ഉണ്ടാവുക. സോ ട്രിക്സ് ആൻഡ് ടിപ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 9th ക്ലാസ് കൂടെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെയൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ജോയിൻ ചെയ്യാനായിട്ട് ഇതാ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സ്വപ്നം നേടിയെടുക്കാം. സോ നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ കാണാം. ബൈ.